ഇതിനകത്ത് ഒരുപാട് സർപ്രൈസസ് ഗസ്റ്റ് എൻട്രീസ് ഉണ്ട്, ഗസ്റ്റ് മോണിറ്ററിലൂടെ വരും, നേരിട്ട് വരും, അങ്ങനെ മൊത്തം ഒരു ഒരു സർപ്രൈസിന്റെ ഒരു ലോകമാണിത്. അപ്പൊ ഇപ്പോ ഉണ്ണിനെ കാണാനായിട്ട് ഉണ്ണിയുടെ ഒരു ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഭയങ്കര എന്തോ ഒരു പേടിയോ ചമ്മലോ മടിയോ എന്തോ ആയിട്ട് വരുന്നില്ല, അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ പോയിട്ട് കൂട്ടിട്ട് വരാം. പക്ഷെ ആ സമയത്ത് ഇവിടെ സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ ഉണ്ണിയുടെ കണ്ണ് കെട്ടാൻ പോവാണ്. ഓക്കെ ഓക്കെ, കണ്ണടച്ചിരുന്നോളാം. കവർ ചെയ്താ ഓക്കെ. ഒന്നും കാണുന്നില്ല, പറ്റിക്കല്ലോ അല്ലേ? ഇല്ല. തുറക്കട്ടെ. ഈ എക്സ്പ്രഷൻ ഞാൻ എന്താ പറഞ്ഞ, എന്നെ കാണുമ്പോ ആദ്യം ഇതായിരിക്കും പറയാന്നല്ലേ ഞാൻ പറഞ്ഞു. അയ്യേ, എന്താണ് ഉണ്ണി വിചാരിച്ചത്? അത് പറയൂ. ഉണ്ണി എന്താ വിചാരിച്ചേ? ഇവിടെ എന്തിനാ വിളിച്ചേന്ന്? ഇങ്ങനെ ഇരിക്കുന്നത്. ഉണ്ണി ആരോ വിചാരിച്ചു? ഞാൻ ആരും വിചാരിച്ചില്ല. ഏതോ വലിയ സൂപ്പർ സ്റ്റാറിനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഇല്ല. താങ്ക് യു ഫോർ കമ്മിങ്. ഞാൻ ലാസ്റ്റ് നമ്മൾ കണ്ടത് പുതിയൊരു വീടൊക്കെ വെച്ചപ്പോ അന്ന് പോയിരുന്നു അവിടെ. പേടിയാണെന്ന് പറഞ്ഞു എന്നെ കാണാൻ. അതെ, ഭയങ്കര പേടിയും ചമ്മലും ഉണ്ണി എന്ത് പറയും എന്നൊക്കെ ഉള്ള ഒരു ചുമ്മാ. അയ്യോ, പേടിന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, ഇവരടുത്ത് ഇവർക്ക് ഉണ്ണിച്ചേട്ടനെ എക്സൈറ്റഡ് ആക്കണല്ലോ. ഞാൻ പറഞ്ഞ് എക്സൈറ്റഡ് അതല്ല, എന്നെ കാണുമ്പോ അയ്യേ ഇവിടെയാണ് വിളിച്ചത് എന്ന് ചോദിക്കുന്നതിന്റെ ആ ഒരു കമന്റ് വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അതിലും വേഴ്സായി അയ്യേന്ന്. ഞാൻ വിചാരിച്ചേ ഒരു ഭയങ്കര എന്തോ സംഭവം വരാൻ പോവാണ്. പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ വന്ന് ലൈറ്റ് ആയിട്ടൊരു ബ്രീസ് വന്നു പോയതിന്റെ ഒരു ഇതാണ്. ഇതിന് വേണ്ടിട്ട് നിന്നതാണ്, ഇത് കഴിഞ്ഞ് ഞാൻ പോവാണ്. കണ്ടോ, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടോ വന്നത്. ഉണ്ണി, നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമയിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. 12th മാനിൽ മാത്രമല്ല, അതും നിങ്ങൾ പെയറായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ഉണ്ണിക്ക് നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് ഉണ്ണിക്ക് പറ്റിയ ഗേളാണ് അനു, അല്ലെ നിങ്ങൾക്ക് തമ്മിൽ കല്യാണം അവസാനമുണ്ട്. എന്റെ പേര് പലരുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് അവര് കല്യാണം കഴിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുവിന്റെ കല്യാണം കഴിക്കാൻ സമയമായി. ബേസിക്കലി ഈ പെൺകുട്ടികളും കല്യാണം കഴിക്കാൻ സമയമാകുമ്പോൾ ഉണ്ണിമുതനുമായിട്ട് വാർത്ത വരും. അപ്പൊ ഞാനത് വിചാരിച്ചു, ഇത് എന്താടാ നമുക്ക് ഒരു അഫയറും ഇല്ല എന്നാ പക്ഷെ പേര് വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ ഈ പേരുകൾ വരുന്ന ആൾക്കാർ ഓരോന്ന് പോകുന്നതനുസരിച്ച് ഇപ്പൊ ബേസിക്കലി അനുഷയുടെ കല്യാണം നടക്കാൻ പോവാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്പൊ ഇനി കല്യാണം, ഇനി നമുക്ക് ഇങ്ങനെ ഒരു കൊടുക്കാം, കല്യാണം നടക്കാത്ത ലേഡി ഗേൾസ് ഉണ്ടെങ്കിൽ സമീപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ചോദിക്കുന്ന. അല്ല, അപ്പൊ ഉണ്ണി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവരെ ഉണ്ണിയുടെ പേരിനോട് ചേർന്ന് വരുന്ന ഗേൾസ് എല്ലാം കല്യാണം കഴിച്ചു പോന്നു. അപ്പൊ ഉണ്ണിക്കും കല്യാണം കഴിക്കണം ഒരു ആഗ്രഹം തോന്നില്ല? എന്റെ ഇങ്ങനെ പേര് വന്നോണ്ടെങ്കിൽ ആരെങ്കിലും പെണ്ണ് തരുമോ? ഇത് മനസ്സിലാക്കുന്ന ഒരു ഗേള് ഇല്ല. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് കാണുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഷെയർ ചെയ്യല്ലോ, ഇതേ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഇത് തന്നെ പറയണേ, ഇങ്ങനെ ഓരോ മാസം ഓരോരുത്തരുടെ പേരിലുള്ള ഗോസിപ്പ് വന്ന് എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ല എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ വേറെ ഒരു സിനിമയിലല്ലാതെ പിന്നെ എവിടുന്ന് നിങ്ങളുടെ ഒരുമിച്ചുള്ള പിക്ചേഴ്സ് കിട്ടിയിട്ടായിരിക്കും? എങ്ങനെ നിങ്ങൾ അങ്ങനെ ഞാൻ പണ്ട് കേട്ടിരുന്നു. പിന്നീട് ഐ മീൻ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മേപ്പടിയാന്റെ ഡയറക്ടറായ വിഷ്ണുമോഹന്റെ അടുത്ത സുഹൃത്താണ്. വിഷ്ണുവിടെ ഇപ്പൊ നെക്സ്റ്റ് മൂവി മേപ്പടിയാൻ കഴിഞ്ഞ കഥ ഇതുവരെ അതില് വളരെ ഇമ്പോർട്ടന്റ് ഹീറോയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങനെ സിനിമകൾ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ കോമൺ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പരിചയം. പിന്നെ 12th മാനിലാണ് കൂടുതലും ഞാൻ സംസാരിച്ചത്, നിങ്ങൾ പരിചയം അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ചിരിയാണോ വരണേ? ഇവൾക്ക് ചിരി വരും, പക്ഷെ എനിക്ക് ചിലപ്പോൾ ബിക്കോസ് പുള്ളിക്കാരത്തേക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ. എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ കാണാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജോഡി. ഇപ്പൊ മഹിമയുടെ ഒപ്പം ഒരു കോളേജ് നല്ല ജോഡി, കല്യാണം കഴിച്ചോടെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നടക്കണം. അങ്ങനെയല്ല, ആഫ്റ്റർ എനിക്ക് എപ്പോഴും ഒന്നുമില്ല. ചില സമയത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ യൂട്യൂബ് വാർത്തകൾ കണ്ട് എന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ഇങ്ങനെ സാധാരണ കുടുംബത്തിലെ ചില അമ്മമാരൊക്കെ ഉണ്ട്. ഞാൻ ദിവസം അമ്പലത്തിൽ തൊഴുതോണ്ടിരിക്കുക, ഞാൻ കണ്ടു കേട്ടാ, എന്ത് കണ്ട് കല്യാണം അപ്പൊ എവിടെ കണ്ടെന്ന് പറഞ്ഞു, ഞാൻ യൂട്യൂബൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയും യൂട്യൂബില്ല. പിന്നെ അപ്പൊ പിന്നെ ഒരു തവണ കാണുമ്പോ ഞാൻ പറയും, ഇതാ അവരുടെ കല്യാണമൊക്കെ പോയി. അപ്പൊ
ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് സംടൈംസ് ഇറ്റ്സ് ഫണ്ണി ആൻഡ് സംടൈംസ് എനിക്ക് ഇറിറ്റേഷൻ വരും. അപ്പോൾ ഞാനോട് നീ വന്ന് കമന്റ് ഒന്നും ഇടല്ലേ എന്ന് പറയും. അത് കമന്റ് ഇടാറുണ്ടോ അതിനൊക്കെ? ഫൺ ആക്ച്വലി. ആണോ? ന്യൂസ് കിട്ടുമ്പോഴത്തേക്ക് അയച്ചു കൊടുക്കും, കണ്ടില്ലേ പുതിയത് പറഞ്ഞിട്ട്. അപ്പൊ ഇല്ലെങ്കിൽ ഇടയ്ക്ക് ചീത്ത പറയത്തേ. അതെ, ഇതൊന്ന് ബോധർ ചെയ്യാതെ പോവൂ എന്ന് പറഞ്ഞിട്ടല്ലേ. അനുവിന് എന്താ ഫീൽ ചെയ്യണം? ഉണ്ണിയുടെ കാര്യം പറഞ്ഞു. അനുവിന് ഇല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് അധികം ഉണ്ണിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ദേഷ്യം വരാൻ റീസൺ ഉണ്ട്. ബിക്കോസ് എല്ലാ മാസവും ഓരോരുത്തരെ പറ്റിയിട്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ മഹിമയായിട്ട് ചെയ്യുമ്പോഴത്തേനും കുറെ എണ്ണത്തില് മഹിമ, നിഖിലയായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിഖില, ഇങ്ങനെ മന്ത്ലി ഇങ്ങനെ മാറി വരുന്നോണ്ട് ചിലപ്പോ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. ആണോ? അങ്ങനെ പറയാൻ കാരണം നിഖിലായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ബദ്ധശത്രുക്കളാണോ? സിനിമയിൽ അഭിനയിച്ചതല്ല. അയ്യോ അയ്യോ, ഇത് കേക്കണ്ട, അത് കേക്കണ്ട അവസാനം. അപ്പൊ ഇവരൊക്കെ വരെ ആയിട്ട് അവൻ ചാൻസ് പിന്നെയെങ്കിലും ഉണ്ടോ? ഇതാണ് പ്രശ്നം. മനസ്സിലായി മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പൊ ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് കുറെ ആൾക്കാരുടെ പേര് വരുന്നോണ്ട് സ്വാഭാവികമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു അധികം പ്രശ്നം ഇല്ല. ഏറ്റവും കൂടുതൽ മേ ബി കേട്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് കേൾക്കുമ്പോ പിന്നെ ചിരിയാ. എനിക്ക് മാത്രല്ല, ഇപ്പൊ എന്റെ ബ്രദർ ആണെങ്കിലും ഇപ്പൊ ഇതിലേക്ക് ഇങ്ങോട്ട് വരാ ഉണ്ണിച്ചേട്ടന്റെ ഇന്റർവ്യൂവിന് പോവാന്ന് പറഞ്ഞപ്പോ എന്റെ അണ്ണനും അത് തന്നെയാ പറഞ്ഞത്. ഇനിയിപ്പം അടുത്തത് കാണാലോ. ഇതാണ്. എനിക്ക് അങ്ങനെ ദേഷ്യം വരില്ല, ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ അപ്പോഴും അയച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. എപ്പോഴും വിചാരിക്കുന്നത് എന്താ അറിയോ, എന്തായാലും ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നീട് എനിക്കൊന്നുമില്ല. ഇവരുടെ ഭാവി ജീവിതത്തിൽ കല്യാണമൊക്കെ വരുമ്പോ ഏതെങ്കിലും കിറുക്ക് പയ്യൻ വന്നിട്ട് എനിക്ക് വിളിക്കുന്നത്, എടാ ഉണിമൂതാ, ഞാനത് പേടിച്ചിട്ട് അയ്യോ എനിക്ക് അറിയില്ലേ ആരാണെന്ന് അറിയില്ല എന്നല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിലുള്ള ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ കൂടുതലും കാരണം നിങ്ങൾ തമ്മിൽ രണ്ട് കാര്യങ്ങളുണ്ട് കോമൺ. ഒന്ന് നമ്മുടെ മതം, ഒരു ഇത് നിങ്ങളുടെ, പിന്നെ അതല്ല ഭക്തി വേർന്ന ആ ഒരു ഇതിനോടുള്ള അമ്പലം, ദൈവം, ആ ഒരു ഭക്തി, പിന്നെ ഒന്ന് രാഷ്ട്രീയ ചിന്താഗതി. ഇത് രണ്ടും കാരണമായിരിക്കണം ഒരു പക്ഷെ നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ ആൾക്കാര് കണക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കൂ? നല്ല കണക്ഷൻ. അതിലൊരു പക്ഷെ ഒട്ടുമില്ലാന്ന് പറയാൻ പറ്റുന്നുണ്ടാവത്തില്ലായിരിക്കും. കാരണം എന്റെ വിശ്വാസത്തെ പറ്റിയിട്ട് തുറന്നു പറയുന്ന ഒരാളാണ് ഞാൻ. ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുള്ളിക്കാരൻ പറയാറുണ്ട്. മേ ബി കുറെ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ അതായിരിക്കും. ഓക്കെ, ഇവർ രണ്ടും അങ്ങനെ പറയുന്നുണ്ട്, എന്നാ പിന്നെ ഇവരങ്ങനെ. അപ്പൊ ഒരിക്കലും ആ റീസൺ ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കുറച്ച് കൂടുതൽ റീസൺ ചിലപ്പം അതായിരിക്കാം. കാരണം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഒരു പടത്തിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ പേരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സോ ആൾക്കാർ കണ്ടെത്തുന്ന ഒരു റീസൺ അത് തന്നെ ആയിരിക്കാം അല്ലെ. ഒരുമിച്ച് ഒന്ന് അമ്പലത്തിലും കൂടെ പോയ ഇത് സിനിമയില് സാധാരണ എല്ലാ ഹീറോയിൻസിനും ലൂസ് ടോക്സ് വരും. അത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ കേട്ട് ശരിക്കും ആക്ച്വലി ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോൾ ബോധഡ് ആവില്ലായിരിക്കും അല്ലെ. എത്രയോ ഫേക്ക് ന്യൂസ് കേൾക്കണോ. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് എന്താന്ന് ചോദിക്കും. പിന്നെ ഇത് ഡെയിലി ഓരോ സിനിമയിലും ഓരോ ഹീറോയിൻസ് ആകുമ്പോഴത്തേക്ക് അവരുടെ കൂടെ പേര് ചേർത്ത് വരുമ്പോ ഇപ്പൊ ഞാൻ എന്റെ സ്വഭാവം എങ്ങനെ ഒരു തവണ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഭയങ്കര ബേസ്ലെസ് ആവും. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇന്ന് ഓക്കെ ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ശ്വാസികയുടെ കല്യാണം കഴിഞ്ഞു, താങ്ക് ഗോഡ്. ഒരാള് അതെ ഒരുപാട് പേരുണ്ടാവും. പിന്നെ ഞാൻ ശ്വാസിക ഒരു പടത്തില് ഉണ്ണി നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാണ് അന്ന് തുടങ്ങിയതാ. അപ്പൊ എനിക്ക് പാവം തോന്നി. ഞാൻ വെച്ചാൽ ഷീ വാസ് അബൌട്ട് ടു ഗെറ്റ് മാരീഡ് എന്നുള്ള. അപ്പൊ നമുക്കിത് പുറത്ത് പറയാനേ പറ്റില്ല. ബിക്കോസ് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ ഇത് കല്യാണം ആവാത്തവരെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. കല്യാണത്തിന്റെ ഒഫീഷ്യലായ സമാധാനായി. അങ്ങനെ അനുഷയുടെ കല്യാണം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചോദിക്കാൻ എന്റെ കല്യാണം വല്ലോ നിങ്ങൾ നേർച്ചല്ലോ. ഞാൻ അത്രക്കാരി അല്ല. ഞാൻ മറ്റേ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയച്ഛനും പോലും പ്രാർത്ഥിക്കാറില്ല. നമുക്ക് നോക്കാം ആരുടെ പ്രാർത്ഥന കൂടുതലേക്ക്. എന്താ ഉണ്ണിയുടെ ഭാവി വധുവിനെ കുറിച്ച്, അതായത് ഉണ്ണി കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു ബൈറ്റ് നമുക്കത് കാണാം. എനിക്കറിയില്ല. പണ്ട് ഞാൻ പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കുത്തിപ്പൊക്കല്ലേ പ്ലീസ്. ബേസിക് റിക്വയർമെന്റ് ആണ്. ബേസിക്കലി കുറച്ച് ഓർത്തഡോക്സ് ആണ്. ലൈക്ക് എനിക്ക് എന്റെ റൂട്ട്സ് അല്ലെങ്കിൽ എന്റെ കൾച്ചറൽ തിങ്സ്, നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഐ തിങ്ക് ഐ എൻജോയ് ഇറ്റ്. അപ്പോൾ അതിനോടൊരു രുചി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഐ എം ക്വൈറ്റ് ഓപ്പൺ. കുറച്ച് മോഡേൺ ആയിട്ട്
ഇറ്റ്സ് എ ബ്ലെൻഡ്. അങ്ങനത്തെ ഒരു ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ ബി ഗ്രേറ്റ്. രാവിലെ നേരത്തെ എണീക്കണമെന്നല്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി എണീക്കും. ഇറ്റ് ബി ഗ്രേറ്റ്. ഫണ്ണി, അങ്ങനെ എന്തെങ്കിലും തമാശകളോ അല്ലെങ്കിൽ മ്യൂസിക്കിനോട് താല്പര്യമുള്ള ഒരാളായിരിക്കും. ഇത് മറ്റേ പ്രയാഗയുടെ ഒക്കെ കൂടെ ഒരു മൂവി ചെയ്ത ടൈമിലുള്ളതാണോ? ആ ലുക്ക് പോലെ ഉണ്ട്. ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവണം. നീണ്ട മൂക്ക് ആയിരിക്കും. അറിയില്ല, ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് എനിക്ക് എപ്പോഴും ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഷാർപ്പായിട്ട് തോന്നാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കില്ല. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ ചുമ്മാ സംസാരിച്ച് പോകും. അതിനുശേഷം എനിക്കൊന്ന് മെസ്സേജ് എൻ്റെ എന്ന് ചേട്ടൻ അത് ഭയങ്കര മോശമായി പോയി, അങ്ങനെ പറഞ്ഞു, നീണ്ട മൂക്ക് മാത്രം അങ്ങനെ പറഞ്ഞു. അപ്പൊ നീണ്ട മൂക്കില്ലാത്ത ആൾക്കാർ നല്ലതല്ലേ? ഞാൻ വിചാരിച്ചു ദൈവമേ, ഞാൻ ഇതൊക്കെ എനിക്ക് പേടിയായി. ഇന്നത്തെ പൊളിറ്റിക്കൽ, അന്ന് എനിക്കൊന്നും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത് ചോദിച്ചതിനോട് ഞാൻ പറയില്ല, ഇപ്പത്തെ അവസ്ഥ എന്തായിരിക്കും? ഇല്ല, ഒന്നും ഒരു അവസ്ഥയില്ല. നല്ലൊരു കുട്ടി, എങ്ങനത്തെ ഒരു കുട്ടി? സാധാരണ ഒരു അത്യാവശ്യം എന്താ പറയാ ഓറിയന്റഡായ ഒരാള്, അങ്ങനെയല്ലേ പറയാ, എല്ലാവർക്കും അങ്ങനെയല്ലേ ഉള്ളത്. നല്ലൊരു കുട്ടി, നല്ല സ്വഭാവം. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നപ്പോ തൊട്ട് എന്നോട് ചോദിച്ചോണ്ടിരിക്കും, എനിക്ക് തന്നെ കെട്ടുന്നോടം വരെ ചോദ്യം ഫേസ് ചെയ്തോണ്ടേയിരിക്കണം. പിന്നെ ഇത് കല്യാണമൊക്കെ എങ്ങനെയാന്ന് അറിയാം, ഒരു ഇന്ന പ്രായത്തിൽ നടന്നത് നല്ലതാണ്, ഐ ഫീൽ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച്. ബട്ട് അത് നടന്നില്ലെങ്കിലും നിങ്ങൾ ഇഫ് യു ആർ ഇൻ എ ഗുഡ് മെന്റൽ സ്പേസിലാണെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്ക് കല്യാണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ആണ്. ഒരു കറക്റ്റായ ഒരാളുടെ ഒപ്പം ഒരു വർഷമാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഒരു തെറ്റായ ആളുടെ ഒപ്പം 25 വർഷം ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യണേക്കാളും എത്രയോ നല്ലതാണ് ഒരു വർഷം ഒരാളുടെ സമാധാനം. ഇപ്പൊ ഞാൻ അങ്ങനെയായി. ഓക്കെ, അപ്പൊ സംടൈംസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് എന്റെ ലൈഫിൽ എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തിലുള്ള ഒരാളാണ്. എന്ന് വെച്ച് എന്റെ ലൈഫിൽ ഇത് നടന്നില്ലെങ്കിൽ ഒരു ട്രാജഡി എന്ന് ഞാൻ കരുതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഇതും ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പഴയ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ പണ്ടേ പറഞ്ഞതല്ലേ, എനിക്കിപ്പോ അതാ അടിച്ചത്. ദാറ്റ് ഷുഡ് ഹാപ്പൻ. അങ്ങനെ കളിയാക്കി ചിരിക്കണ പോലത്തെ. ഞാൻ പറഞ്ഞല്ലേ പണ്ട് എങ്ങനെയുള്ള ആളെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടാന്ന് പറയുമ്പോഴേ ഞാൻ ചോദിച്ചത് അതാ, മറ്റേ മൂക്ക് നീണ്ട വീഡിയോ അല്ലേ ഞാൻ കണ്ടതായത്. ഇനി വരാൻ പോകുന്ന ആൾക്ക് നോക്കിക്കോ, കുഞ്ഞു മൂക്കായിരിക്കും. നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ പാർട്ണറായിട്ട് വരുന്ന ആൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാ. എന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര വലുതായതുകൊണ്ട് അതുപോലെ തന്നെ നടന്നാലും അതേപോലെ നടക്കും. പിന്നെ നോക്കിക്കോ, എല്ലാരും നോക്കും നീണ്ട മൂക്കാരോ. ഞാൻ പറഞ്ഞില്ല, ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യത്തെക്കാളും കൂടുതലാണ് എപ്പോഴും നടക്കാറ്. എന്റെ ലൈഫിൽ ഒരിക്കലും ഇത്, ഞാനിപ്പോ ഒരു സൈക്കിൾ ആഗ്രഹിച്ചു, നടന്നു പോയിട്ടില്ല. എനിക്ക് ബൈക്ക് കിട്ടിയേക്കണേ. ഞാൻ ബൈക്ക് ആഗ്രഹിച്ചപ്പോ എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. സോ അറിയില്ല, എനിക്ക് ഈ ജാതകം ഇതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു യോഗം ഉണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിനെക്കാട്ടും ഡബിൾ. ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ ഉണ്ണി ആഗ്രഹിച്ചതിനെക്കാട്ടിലും ഒരുപാട് കിട്ടാണ്. ഇനി ഒരു മൂക്കിന്, ഒരു നീണ്ട മൂക്കിന് വരെ എന്തൊക്കെയായിരിക്കും ഇനി. അതാണ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇനി നോക്കാൻ പോണ ഒരു സംഭവം എന്ന് പറയണത്. ഓക്കെ, അതൊക്കെ സമയമാകുമ്പോ നടക്കും. തരുമ്പോ ലേറ്റ് ആയാലും കുഴപ്പമില്ല, നല്ലൊരു കുട്ടീനെ മാത്രം കിട്ടിയാൽ മതി, അല്ലേ? ലക്കി ഗേൾ എന്ന് പറയണോ ലക്കി ബോയ് എന്ന് പറയണോ ഞങ്ങൾ അപ്പൊ തീരുമാനിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലുക്സിനെ കുറിച്ചല്ല ഞാൻ ഇത്ര ബോധമല്ല, ടു വെരി ഓണസ്റ്റ്. ഞാൻ ബിക്കോസ് ഇപ്പൊ എന്റെ ഈ ആ ഒരു സെൻസ് ഓഫ് മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട്. പണ്ടത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പണ്ടത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു വർഷം കൂടുന്നോറും ലൈഫ് എക്സ്പീരിയൻസ് ടോട്ട് മീ ലൈക്ക് ലുക്സിലല്ല. ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജോലിയും ലൈഫിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ ഞാൻ എന്റെ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് ഭയങ്കര ഡിഫറെന്റ് ആണ് ആക്ച്വലി. അപ്പൊ ഉണ്ണി ജോലിക്ക് വിടുവോ വൈഫിനെ? പോണം, എന്തിനു വിടോന്നല്ല, എനിക്ക് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കണം. ജോലിക്ക് വിടോന്നോ? പോണോ? പോയേ പറ്റൂ. എന്നെ ഇങ്ങനെ പുച്ഛിക്കരുത്, ഇത് വരുന്ന ഷോ ആണ്. ഇല്ല, ഇതെല്ലാം ജസ്റ്റ് ഫ്രണ്ട്ലി. ഇവര് തമ്മിൽ ഒന്നുമില്ല, ഞാനാണ് സത്യം. ഇത് വെറും ഇവര് തമ്മിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കൂടെ പറയുന്നത് കൊണ്ട് കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ ഇങ്ങനെ. ഞാൻ സത്യസന്ധമാണ്, അനുശ്രീയുടെ കല്യാണം ഒരു
ഒരു 6 മാസം കൊണ്ട് നടക്കും. ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ നമ്മൾ തമ്മിലുള്ള ന്യൂസ് വരാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അതല്ല കെട്ടിപ്പോയില്ലല്ലോ ഇതുവരെ. അങ്ങനെയല്ല, ഇപ്പോഴാണ് അത് ടൈമിലേക്ക് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കുകയാണ്. പൊതുവെ എല്ലാ ഹീറോയിൻസ് കല്യാണം കഴിക്കുന്ന തൊട്ട് മുന്നേ കഴിക്കില്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? അതെ അതെ. ഞാൻ ഈ സിനിമയിൽ കയറുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചിത്രവും മാഗസീനൊക്കെ വായിക്കുമ്പോ ഇല്ല വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോ ടക്കേന്ന് കല്യാണം. അയ്യോ വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയണ്ട, ഇപ്പൊ പിന്നെ അതും പറയും ആൾക്കാര്. ഞാനിവിടെ കണ്ടൊന്നുമില്ല, നീ ആര് ഫ്രണ്ടും അല്ല എന്ന് പറഞ്ഞുട്ടാ. എവിടെയോ കണ്ടു വരുന്ന സമയത്തൊന്നും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരുടെ മുമ്പിൽ തല കുനിച്ച് ഞാൻ താലി കെട്ടാൻ കൊടുക്കില്ല അത്ര. ഞാനൊരു കല്യാണമൊക്കെ ആവാം. ഞാൻ കുറെ നാൾ മുന്നേ വരെ ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ സമയമാകുമ്പോ കല്യാണം കഴിക്കും. ഞാൻ അങ്ങനെ അവിടെ ഇരി. ഞാൻ പറഞ്ഞത് കല്യാണമൊക്കെ എന്തായാലും ഉണ്ടാവും, അല്ലാണ്ട് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് കരുതിയിട്ട് അതൊന്നും മറന്നു പോവില്ല എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വർഷമായിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് എങ്ങനെയുള്ള പെങ്കൊച്ചു വേണം എന്നുള്ള ചിന്താഗതിയിൽ നിന്നും കുറച്ച് എങ്ങനത്തെ ആള് വേണം പറഞ്ഞിട്ട് പോയാ മതി. കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്ന എന്റെ അടുത്ത് ഇനി എങ്ങനത്തെ ആള് വേണം ഞാൻ കഴിക്കണം പറഞ്ഞു. ഒരു വർഷമായിട്ട് ഞാൻ കഴിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതെന്താണോ അങ്ങനെ ഒരു തീരുമാനം എടുത്ത്? പേടിയാണെന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞിട്ട് പോ. കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു പോയി. ഞാനിത്ര സ്പോട്ടിങ് ആയിട്ട് പറഞ്ഞില്ലേ, പറ കേക്കട്ടെ. ഇല്ലില്ല, സത്യമായിട്ടും കുറച്ച് ഒരു 1 year മുന്നൊക്കെ ഞാൻ എന്റെ വേറെ എന്തൊക്കെയാണല്ലോ പറഞ്ഞേ. അവളെ വിളിച്ച് ചോദിച്ചാൽ ഞാനും അതിഥി രവി ഒരുമിച്ചാ പറയണേ, എടി നീ കേട്ടല്ലേ ഞാനും കേട്ടില്ല. ആ കൊച്ചു എന്തൊക്കെയോ കെട്ടാൻ നിൽക്കുന്നത്, നീ വെറുതെ ആയിട്ട് പറഞ്ഞ അവരുടെ ഇല്ല, അവൾ അങ്ങനെ പറയില്ല. കെട്ടുന്നില്ല, അപ്പൊ എനിക്കൊരു കൂട്ടായിക്കോട്ടെ അതിഥിനെ. ഞാൻ പറയുമ്പോ അതിഥി എന്റെ കാര്യം പറയുമ്പോ അപ്പൊ എനിക്ക് അമ്മയോടൊക്കെ പറയല്ലോ, അതിഥിയും കെട്ടിയില്ലല്ലോ ഞാനും കെട്ടിയില്ലല്ലോ. ഓഹോ, ഇതിനാണല്ലോ നീ. അല്ല ഞാൻ ചോദിക്കട്ടെ, അനുവിന്റെ തന്നെ ഫ്രണ്ട്സിലെ നിങ്ങളൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലേ, ഒരു ഗ്യാങ് ഉണ്ട് നിങ്ങൾ. അതിൽ ബാക്കിയുള്ള മെയിൽ അവരെല്ലാരും കല്യാണം കഴിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള മാരീഡ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊരു കുറെ പേര്. അതെ, അപ്പൊ പിന്നെ എന്തിനാ അനുവിനും അങ്ങനെ അവരെ പോലെ ജീവിതം കുറച്ചും കൂടി കളർഫുൾ ആക്കി കൂടി? ഇപ്പൊ എന്റെ ഒരുപാട് പേരുണ്ടാവുമല്ലോ സാധാരണ, അങ്ങനെയല്ലേ? US, അമേരിക്ക. അതെ, കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൂടെ എന്നല്ലേ? അമേരിക്ക ഇഷ്ടമില്ലാത്ത സ്ഥലം. അന്നാ അവിടുന്ന് തന്നെയായിരിക്കും ചെക്കൻ വരാൻ. അയ്യോ പോവേയില്ല എന്നൊക്കെ ഇപ്പൊ തോന്നുന്നു. ഞാൻ എന്റെ നാട് ഇനി ആരെങ്കിലും കെട്ടിയാലും അമേരിക്കയിൽ നിന്ന് ഒരുപാട് പേര് മെസ്സേജ് അയക്കും, അങ്ങനെ പറയാൻ ഭയങ്കര മോശമായി പോയി. നിങ്ങളെന്താ അമേരിക്കയിലിട്ടൊരു കുത്തല്? പൊതുവെ ഇങ്ങനെ അല്ല, നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. ഞാൻ ഒരിക്കലും എന്റെ നാട് വിട്ടിട്ട് ഇനി എന്തെങ്കിലും കെട്ടിയാലും ഒറ്റപ്പാലം വരെ വേണമെങ്കിൽ കെട്ടില്ലാന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒറ്റപ്പാലം വരെ മാക്സിമം അതും പറഞ്ഞേ. നമ്മളിവിടെ ഒരു നോ ബോർഡ് പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഒറ്റപ്പാലത്ത് 4 കിലോമീറ്റർ അപ്പുറത്താ. ഞാൻ വേണമെങ്കിൽ ബ്രിഡ്ജ് പണിയും. നോ എൻട്രി ഇല്ല. എന്താ വെച്ചാല് എന്റെ ഫ്ലാറ്റിന്റെ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടന്റെ വീട് കാണാം, പുതിയ വീട്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസേ എന്റെ ഒരു ഓഫീസ് അവിടെ ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ വീട് പണിയുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു വീഡിയോ, അപ്പൊ ഞാൻ ഏത് വീഡിയോ ആരോ സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറ ഇട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ ഫ്ലാറ്റിൽ നിങ്ങളുടെ വീട് കാണാൻ. ഞാൻ വിഷ്ണുവിനോട് ഇത് ഏത് സ്ഥലത്താണ് വീട് വെക്കുന്നത്? വിഷ്ണു ചേട്ടൻ എന്റെ ഫ്ലാറ്റിൽ വന്നപ്പോ ഞാനപ്പോ ബാൽക്കണി നിന്നിട്ട് കാണിച്ചു കൊടുത്ത്, നിങ്ങൾ അവിടെ റോഡിൽ നിന്ന് എന്ത് കാണിച്ചാലും എനിക്കറിയാം. ഇനിയിപ്പോ ഉണ്ണിച്ചേട്ടന്റെ വീടിന്റെ പണി തുടങ്ങും ചെയ്തു, മാറ്റാനും പറ്റൂല, ആകെപ്പെട്ടു. നമുക്ക് വലിയ മതില് പണിയോ ഉണ്ണി. അതെ, ലാസ്റ്റ് മന്ത് ഒരു കല്യാണത്തിന് വെച്ചിട്ട് അവിടുത്തെ അച്ഛനെ ഞാൻ കണ്ടപ്പോ അച്ഛന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത്, ഉണ്ണിച്ചേട്ടന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഞാൻ ഉണ്ട്, എന്തുണ്ടെങ്കിലും വിളിച്ചോ. ന്യൂസ് പറഞ്ഞു തരാം, എല്ലാ ന്യൂസോടെ ആര് വരുന്നു ആര് പോകുന്നു. എന്റെ ദൈവമേ, കണ്ടാ ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യമായിട്ട്. എത്രയും പെട്ടെന്ന് ഇതിലും ഭേദം ഉണ്ണി വേറെ ഒരാളെ കല്യാണം കഴിച്ച് ഉണ്ണി അങ്ങ് സെറ്റിൽ ആവുന്നതല്ലേ. അപ്പൊ പിന്നെ അത് നടന്ന അടിപൊളിയായിരിക്കും.